ബിസ്മില്ല, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയരെ, ഒമാൻ ഇന്ത്യൻ ഇസ്ലാമിക് സെൻട്രൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പ്രദേശങ്ങളിലുള്ള ഒമാൻ ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്റർ വേദികളിൽ വെച്ച് നാം പതിവായി നടത്തി വരാറുള്ള ഖുർആൻ വിജ്ഞാന പരീക്ഷ. നമുക്കെല്ലാവർക്കും അറിയാം, വിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തിന് പ്രചോദനവും കൂടുതൽ ആളുകളിലേക്ക് അതിൻ്റെ പ്രചാരണവും എത്തിക്കാൻ വേണ്ടി ഒമാൻ ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്റർ പതിവായി നടത്തി വരുന്ന ഈ ഒരു വിശുദ്ധ ഖുർആൻ പരീക്ഷയുടെ കഴിഞ്ഞ തവണ നടന്ന പരീക്ഷയുടെ ഫലപ്രഖ്യാപനത്തിലാണ് നാം ഉള്ളത്. അൽഹംദുലില്ലാ. വിശുദ്ധ ഖുർആൻ പഠനവുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ നമ്മുടെ പ്രിയ അൽ ഫഹദ് ഉസ്താദ് നിങ്ങളുമായി പങ്കുവെക്കും ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തികച്ചും ഇത്തരത്തിലുള്ള പരീക്ഷകൾ വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള പ്രോത്സാഹനം മാത്രമാണ്. ഖുർആനിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങാനും അതിൻ്റെ ഓരോ ഹർഫുകൾ തന്നെ തൊട്ടു പഠിക്കാനും സാധിക്കുക എന്നതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു സുബ്ഹാനഹു തആല ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ഖുർആനിൽ തന്നെ നമ്മളോട് പ്രഖ്യാപിച്ചത് കാണാം. ഇമ്മാ യഅതി അന്നകും മിന്നി ഹുദ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിങ്ങളിലേക്ക് ഒരു ഹുദ വരും, ഒരു സന്മാർഗം. ആ സന്മാർഗം എന്നത് നമ്മളെ നന്മയിലേക്ക് നയിക്കാനും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറാനും ഖുർആനിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങാൻ സാധിക്കുക എന്ന് തന്നെയാണ്. ഖുർആനിൻ്റെ ഒരറ്റം പിടിച്ചും മറ്റേ അറ്റമായ അള്ളാഹുലേക്ക് എത്താൻ നമുക്ക് സാധിക്കുക എന്നത് പ്രിയരെ ഏറ്റവും വലിയ കടമ്പയാണ്. ഈ ദുനിയാവിൽ അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഖുർആനിൻ്റെ പഠിതാക്കൾ നാം ആവുക. നാളെ ഖിയാമത്ത് നാളിൽ നമ്മൾ എത്രയാണോ ഖുർആൻ പഠിച്ചിട്ടുള്ളത്, അതാണ് നാളെ നമ്മളെ സ്വർഗത്തിൻ്റെ ഉന്നതമായ ഭവനങ്ങളിലേക്ക് എത്തിക്കുക എന്ന പ്രവാചക വചനം മനസ്സിലേറ്റി ഈ ഒരു സംരംഭത്തെ തുടർത്താൻ, ഖുർആൻ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി പഠിക്കാൻ, അതിൻ്റെ ആശയം പഠിക്കാൻ, അതിൻ്റെ തഫ്സീർ പഠിക്കാൻ, അതിലെ തജ്വീദിൻ്റെ നിയമങ്ങൾ പഠിക്കാൻ, എല്ലാം പഠിക്കാൻ ഉതകുന്ന ഈ ഒരു അവസരത്തെ ജീവിതത്തിൻ്റെ അവസാനം വരെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക എന്നത് തന്നെയാണ്. ഇത് ഇനിയും തുടരാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇവിടെ ഇതിൽ വിജയികളായ ഈ ഒരു സന്തോഷ നിമിഷത്തിൽ വിജയികളായ ആളുകളുണ്ട്, അവർക്ക് പ്രത്യേക അഭിനന്ദനമുണ്ട്. ഇനി വിജയികളാകാത്തവർ നമുക്കും സന്തോഷിക്കാനുണ്ട്. ഖുർആൻ ഈ ഒരു മത്സരത്തിൻ്റെ പേരിലെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ നിയ്യത്ത് നന്നാക്കി അത് നാളെ പരലോകത്ത് ഉപയോഗപ്പെടുന്ന രൂപത്തിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അടുത്തൊരു പരീക്ഷയിൽ ഇൻഷാ അള്ളാഹു സഹായിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് നമുക്കെത്താൻ വേണ്ടി സാധിക്കണം. ഇവിടുത്തെ വിജയമല്ല വിജയം, നാളെ പരലോകത്തെ വിജയമാണ് നമ്മുടെ വിജയം. അതുകൊണ്ട് ആ വിജയത്തിലേക്ക് അള്ളാഹു നമ്മെ എത്തിക്കുമാറാകട്ടെ. ഇതിൻ്റെ ഫലപ്രഖ്യാപനം ബഹുമാനനായ ഒമാൻ ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്റർ ജനറൽ സെക്രട്ടറി കെ അബ്ബാസ് സാഹിബ് അത് നിർവഹിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളെ ഖുർആൻ വിജ്ഞാന പരീക്ഷയുടെ ഓഫ് ഒമാൻ്റെ ഖുർആൻ വിജ്ഞാന പരീക്ഷയുടെ ഫലപ്രഖ്യാപനമാണല്ലോ ഇവിടെ നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മളെ വിവിധ സെൻറ്ററുകളിൽ നിന്ന് പഠിതാക്കൾ പങ്കെടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാ, എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അതുപോലെ തിരഞ്ഞെടുത്ത വിജയികൾക്ക് ആശംസകൾ നേരുകയാണ്. ആരും പിന്നോട്ടല്ല, നമ്മൾ ഖുർആൻ പഠിക്കാൻ വേണ്ടി നമ്മൾ കുടുംബത്തോടൊപ്പം പങ്കെടുത്തതാണ്. എല്ലാവരും ഈ സന്തോഷ നിമിഷത്തിൽ നമുക്ക് വിജയികളെ പ്രഖ്യാപിക്കാൻ കഴിയും ഇൻഷാ അല്ലാഹ്. തേർഡാണ് ആദ്യം പ്രഖ്യാപിക്കുന്നത്. നമ്മുടെ സലാല സെൻറ്റർ ആഫിയ ബിന്ത് അബ്ദുൾ റസാഖാണ്. മാർക്ക് 56 ആണ് അവരുടെ മാർക്ക്. നമുക്ക് ഈ പരീക്ഷയിൽ 2 തേർഡ് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ തേർഡ് സോഹാർ സെൻറ്ററിൽ നിന്നാണ് റിൻഷാന, മാർക്ക് 56 തന്നെയാണ്. സെക്കൻഡ് പ്രൈസ് സോഹാർ സെൻറ്ററിൽ നിന്ന് തന്നെയാണ് ഷാക്കിറ, മാർക്ക് 58. അതുപോലെ നമ്മളെ ഫസ്റ്റ് വിന്നേഴ്സ് നമ്മളെ സലാല സെൻറ്ററിൽ നിന്ന് ഷാഹിന AT, മാർക്ക് 59 ആണ്. വിജയിച്ച വിന്നേഴ്സായ നമ്മളെ പഠിതാക്കൾക്ക് എല്ലാവിധ ആശംസകളും. മാഷാ അല്ലാഹ്, മബ്രൂക്ക്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് കുടുംബത്തോടൊപ്പം നമുക്ക് വീണ്ടും ഖുർആൻ വിജ്ഞാന പരീക്ഷയിൽ പങ്കെടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കൂട്ടിച്ചേർക്കാനുള്ളത് ഓഫ് ഒമാനിൽ
ഒമാൻ ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ കീഴിൽ നാം പറഞ്ഞതുപോലെ തന്നെ 5 സെൻറ്ററുകളിലായിട്ട് വിവിധ പരീക്ഷകൾക്ക് വേണ്ടി നമ്മൾ അധ്യായം വെച്ച് പാഠങ്ങൾ വെച്ച് നമ്മൾ പഠിതാക്കൾക്ക് അതിനുള്ള ഉസ്താദുമാരെ വെച്ച് ക്ലാസ് നടക്കുന്നുണ്ട്. നിങ്ങളുടെ പരിസരം, നിങ്ങൾ ഏത് ദിക്കിലായാലും ഒമാനിലുള്ള വിവിധ സെൻറ്ററുകളിൽ പങ്കെടുക്കുകയും ഈ പരീക്ഷകൾക്ക് വേണ്ടി കുടുംബത്തോടൊപ്പം, മക്കളോടൊപ്പം, ഭാര്യമാരോടൊപ്പം നമ്മൾ പങ്കെടുത്തുകൊണ്ട് ഈ വിഷയങ്ങൾ പഠിച്ചുകൊണ്ട് അടുത്തൊരു പരീക്ഷയിലേക്ക് നാം തയ്യാറാകേണ്ടതുണ്ട്. റൂവിയിലും അതുപോലെ സീബിലും ബർക്കയിലും സോഹാറിലും സലാലയിലും വിവിധ സെൻറ്ററുകൾ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. വിവിധ ദായിമാരുടെ കീഴിൽ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങളും കുടുംബത്തോടൊപ്പം ഈ ഒരു സൽക്കർമ്മത്തിൽ, ഈ ഒരു നന്മയിൽ പങ്കാളികളാകാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.